നിങ്ങളുടെ സ്വന്തം VIP. ശരി ശരി കാണാം. രാജകുമാരിയായി വന്നുനിൽ കാണൊരു മോഹം ചക്കര പന്തലിൽ തേൻ മഴ ചൊരിയും ചക്രവർത്തി നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. എന്തായാലും കൊള്ളാം. ഡാ സഹായിയേ, നീ വാ, ഇങ്ങോട്ട് വന്ന് എന്തോടാ ചെയ്യുന്നത്? നീ ഒന്നു പെങ്ങടെ മോനാ 2ാം ക്ലാസ്സിൽ സ്കൂൾ അടച്ചപ്പോൾ കൊണ്ട് നിർത്തിയതാ ഇവിടെ. ഇപ്പൊ 28 വർഷമായി എന്നെ സഹായിക്കാനായിട്ട്. സഹായിച്ച് അവൻ ഇങ്ങനായി, ഞാൻ ഇങ്ങനായി. ഇവിടെ അകത്ത് പോ, 2 ഗുണ്ടും എടുത്ത് നിന്നോട്ട് വന്ന് നിന്റെ വായെങ്കിലും അനങ്ങട്ടെ, അതെങ്കിലും പണിയായിട്ട്. ഇതല്ലേ ചെല്ലടാ. ഓ ദേഷ്യം, പോടാ അപ്പുറത്തോട്ട്. ചേട്ടോ ഓ ചേട്ടോ. ആ എന്തോ പുട്ടുണ്ടാ? ആ പുട്ടുണ്ട്. കോഴിയുണ്ടാ? ആ കോഴിയുണ്ട്. ആക്കി കുറച്ച് പുട്ടെടുത്താ കോഴി കിട്ടോട്. വല്ലാ തേനക്കേടാ, തയ്യക്കടയായിട്ട് വന്നിരിക്കുക മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. കിണിക്കുകയാണോ നീ? അത് കേട്ട് നീ രസിക്കുക, നീ രസിക്കുക നീ അത് കേട്ട്. അവൻ അങ്ങനെ തയ്യക്കടയിൽ തോന്നിട്ട് ഇങ്ങനെ ഇരിക്കും രാവിലെ വെറുതെ, ഒരു ജോലിയില്ല മനുഷ്യനെ കളിയാക്കാനായിട്ട്. അത് വല്ല ചെറുപ്പക്കാരിലാണ്, അവരെല്ലാം പറയട്ടെ. നിങ്ങൾക്ക് എന്ത്? ചെറുപ്പക്കാരനോ? 10-45 വയസ്സുണ്ടോ അവന്? ഡൈ ചെയ്തിരിക്കല്ലേ പെമ്പിള്ളേരെ കാണാൻ. ഇരിപ്പ് കണ്ട? ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ അണ്ണന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്തുവാണ് ഈ വൃത്തിയായിട്ട പണങ്ങളൊക്കെ ഈ കടയിൽ നിർത്ത് കളയണമെന്ന്. എന്നെ കുടുംബസമേതം ആൾക്കാർ വരികയല്ലേ അണ്ണ? ഇങ്ങനെയുള്ള അടിമാരുടെ പടമൊക്കെയാണ് ഇവിടെ എടുത്തോട്ട് ചെയ്യുന്നത്. നാണമില്ല അണ്ണന്? അപ്പൊ എന്റെ കട പൂട്ടിക്കാനായിട്ടിരിക്കുമോ നീ? എന്ത് ഈ പടമൊക്കെ ഉണ്ടായോണ്ട ഇതൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. നിനക്കറിയാവോ, ഇന്ന് ഇത് 7ാമത്തെ ചായ കുടിച്ചിട്ടിരിക്കുക. ഇനി ഇച്ചിരി കഴിയുമ്പോ പാല് ചോദിക്കും ഒരു ചായ. പിന്നെ കട അടയ്ക്കുമ്പോ എന്റെ കൂടെ വരത്തുള്ളൂ, അതുവരെ ഇവിടെ ഇരിക്കും. ആണ്ടാ മോനൊക്കെ ഗൾഫിലല്ലേ, ഇതൊന്ന് കാണും. പെണ്ണുമ്പിള്ള മരിച്ചിട്ട് 18 വർഷമായി. കഷ്ടം, സങ്കടം കാണും. മകരമാസക്കുളിരിൽ നിറഞ്ഞ മാറിൻ ചൂടിൽ ഒളിക്കുവാനൊരു സൂപ്പറായിട്ട് പാട്ടൊക്കെ. അടിപൊളി പാട്ടാ. അടിപൊളി പാട്ടാ. എനിക്ക് പാട്ടിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആടാ. ആണല്ലേ? ഭയങ്കര ഇൻട്രസ്റ്റാ. നീ കേൾക്കാൻ സാധ്യതയില്ല. അന്ന് ഞങ്ങളൊക്കെ ചെറുപ്പകാലമായിട്ടിരുന്ന സമയത്തുള്ള പാട്ടായി. അതായത് നല്ല കിടിലം, നല്ല വരികളാണ്. ഞാൻ പഠിക്കാം. മകരമാസക്കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൻ ചൂടിൽ. സംഭവം കേട്ടില്ലേ? ഒളിക്കുവാനൊരു ഒരു തോന്നൽ രാവിൽ. ഈ മകരമാസക്കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൽ പാടുകള് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടേ പാടുള്ളൂ. അർത്ഥം മനസ്സിലാക്കി. മകരമാസക്കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൻ ചൂടിൽ ഒളിക്കുവാനൊരു തോന്നൽ രാവിൽ കിളിർത്തു നിൽക്കുന്നു. അതെന്റെ ഒരു സാധനം. അതെന്നെയായിട്ട് എല്ലാ പാട്ടിനും. ഇവിടെ ഒരു പയ്യൻ നിന്നല്ലോ മറ്റേ ചായ ഒഴിക്കാൻ വേണ്ടി, ഒരു തമിഴൻ ചെറുക്കൻ. അതെവിടെ? അവനെ ഇവിടെ നിന്ന് പറ്റത്തില്ലടാ. ഇനി അവനെ അങ്ങ് അകത്തെ ജോലിക്കാക്കി. ഇവിടെ അവന്റെ കയ്യിലെല്ലാം ഭയങ്കര ചൊറിയും. ആരെങ്കിലും കയറി വരുമ്പോഴേ കയ്യിൽ ഇങ്ങനെ ഇവിടുന്ന് ആഹാരം കഴിക്കും. അതുകൊണ്ട് അവനെ ഞാൻ അകത്തെ പണി ഏൽപ്പിച്ചു. അപ്പൊ അകത്തെന്തൊരു പണി? ഇപ്പൊ ഉഴുന്നുവട ഉണ്ടാക്കുക. ഞാൻ അപ്പോഴേ പറയും നിങ്ങളെ കടയിൽ ഒരു വൃത്തിയില്ല. കഴിക്കാൻ പൊറോട്ട ആയി കാണും. സഹായിയേ, പൊറോട്ടയായി. ചൂടിറച്ചി എടുത്ത് ഇങ്ങനെ തിന്നും. അതിന്റെ വെപ്രാളം. ചെല്ലേ അകത്ത് പൊറോട്ട ഇറച്ചി കൊടുക്കും. പോടാ. എന്തോ ചേട്ടോ? ബ്രൂ കോഫി എന്താ? ബ്രൂ കോഫി ഉണ്ട്. കൊല്ലത്തൊരു കടയിലും ഉണ്ടെന്ന് പറയണ. നീ അവിടെ പോയി കുടിയടാ. നീ എന്നോട് എന്തിനാ ശല്യം ചെയ്യുന്നത്? നിങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും അയലോക്കാരായിട്ട് ഇരിക്കുകയും ചെയ്യും. ഭയങ്കര വഴക്കും പയ്യാൻ. അവൻ ഇതിനായിട്ട് ഇരിക്കട്ടെ, അതല്ലേ ശല്യം. അണ്ണാ വടയില് കരിയേപ്പലൊക്കെ ഇടും അണ്ണാ. കരിവേപ്പില ഇടും. ഈ കരിയേപ്പലയുടെ കാര്യം പറഞ്ഞ ഒരു കാര്യം എടുത്ത ഇപ്പം കരിയേപ്പല കൊണ്ട് തൈലം ഉണ്ടാക്കും. അപ്പോ ഇത് അറിഞ്ഞൂടെ നിങ്ങൾക്ക്? അപ്പോ ഇതൊരിപ്പം കരിയേപ്പല ഉണ്ടല്ലോ തൈലം ഉണ്ടാക്കണം. പിന്നെ ഈ തൈലം തേച്ച് കഴിഞ്ഞാൽ തലമുടി ഭയങ്കരമായിട്ട് നീണ്ടു വളർന്നു ആണെന്ന്. തലമുടി നരയ്ക്കത്തില്ലെന്ന്. ഈ അപ്പോ ഇതിരിപ്പോ എവിടെയാണ്? എവിടെയാണ്? അമേരിക്കയില്.
അമേരിക്കയിലോ? പിന്നെ ശ്ശേ. അണ്ണാ ഭയങ്കര സെറ്റപ്പ് അല്ലേ അണ്ണാ? ആടാ, ഈ അമേരിക്കയിലേ പോകാൻ എത്ര ദിവസം പിടിക്കും? 3 ദിവസം. 3 ദിവസം. പിന്നെ അപ്പൊ ഡൽഹി പോകുന്ന ദൂരേ ഉള്ളല്ലേ? എന്ത്? വല്യമ്മയുടെ മോൻ ഇങ്ങനെ ഡൽഹി ട്രെയിനിൽ പോയപ്പോ 3 ദിവസത്തെ യാത്രയായിരുന്നു പറഞ്ഞു. അത് ട്രെയിനിലെണ്ണ, ഇത് പ്ലെയിനില്. പ്ലെയിൻ? ഓ, പ്ലെയിനില്ലേ? അണ്ണാ ഈ പ്ലെയിൻ എന്ന് പറഞ്ഞ എന്തിനാണ്? ഭയങ്കര സെറ്റപ്പ് അല്ലേ? 2 ചിറകുണ്ട്. പിന്നെ അതിനകത്തിരിക്കുന്ന അത്ര സായിപ്പന്മാരാണ്. അതെയോ? ഭയങ്കര തണുപ്പെന്നാണ് പറയണത്. ഭയങ്കര തണുപ്പാ. ഈ അമേരിക്ക ചെന്നാലാ അവിടുത്തെ പ്രസിഡന്റ് ആരാണ്? ഒബാമ. പേരാണോ? എന്നാ പുള്ളിക്കൊക്കെ ശമ്പളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ മന്ത്രിമാരെ പോലെയൊന്നും അല്ല. ഭയങ്കര ശമ്പളമാണ്. ഒരു 100 എന്താ എന്നെ പറഞ്ഞ ഡോളർ എന്നാ കണ്ടേക്കാണ് പറഞ്ഞത്. എന്തൊരു പുല്ലെങ്കിലായിട്ട് നമുക്ക് എന്താ വേണം? താമസിക്കാൻ വലിയ വീട്. പിന്നെ ഈ അമേരിക്കയുടെ അറ്റം എവിടെയാണ്? അമേരിക്കയുടെ അറ്റം എവിടെയാണ്? അമേരിക്കയുടെ അറ്റം എവിടെയാണ്? നോക്കിയേ, പിന്നല്ലാതെ ഒരു കറിവേപ്പല തുടങ്ങിയത് അവൻ. ഇതൊക്കെ അമേരിക്കയുടെ അറ്റം ഞാൻ കാണിക്കാൻ ഇവിടെ നിന്നുണ്ട്. നിനക്ക് വേറെ പണിയൊന്നുമില്ല. ചായ കുടിക്കാൻ ചായ കുടിച്ചിട്ട് കൂടെ ഇവിടുന്ന്. മുല്ലപ്പൂമ്പല്ലിലോ മുക്കൂത്തിക്കവിളിലോ അല്ലിമലർ മിഴിയിലോ ഞാൻ മയങ്ങി എവിടെടാ മയങ്ങി? ആരെന്നറിയോ? ആരാ? കുട്ടപ്പ മേശയുടെ മോളാണ്. അറിയാം. ഈ സാരി എനിക്ക് പരിചയമില്ല. പുതിയ സാരിയാന്ന് തോന്നുന്നു. അതാ മനസ്സിലാക്കി. ഈ പെണ്ണിനെ നോക്കി അങ്ങനെ പറയില്ലേ? ഇല്ല. അണ്ണാ ഇങ്ങനത്തെ ഒരു പെണ്ണ് ഇവിടെ ഉണ്ടെണ്ണ. ഇവിടെ ആരും ഒറ്റ ആണുങ്ങളെ മുഖത്ത് നല്ല പെണ്ണാണ്. നല്ല ഡീസന്റ് ആണ്. നല്ല ഡീസന്റ്. അവിടെ തൊട്ട് പോയപ്പോ ആരെങ്കിലും നോക്കിയാ? ഇല്ല. അങ്ങനെയൊന്നും നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കും. എനിക്കറിയാതെ ഞാൻ ദിവസം കാണും. ഈ സാരി എനിക്ക് പരിചയം. പുതിയ സാരി അതല്ലേ എനിക്ക് പിടികിട്ടാഞ്ഞത്. എനിക്കറിയാവുന്ന ഒട്ടിയാണ്. നല്ല ഡീസന്റാ. നല്ല ഡീസന്റ്. ഇതുവഴി പോകുമ്പോ ഒരൊറ്റ ചെറുപ്പക്കാരുടെ മുഖത്ത് പിന്നെ നോക്കത്തില്ല. സത്യം, ഒരു ചെറുപ്പക്കാരുടെ മുഖത്ത് അവിടെ നോക്കത്തില്ല. ഒരു ചെറുപ്പക്കാരൊന്നും സംസാരിക്കത്തില്ല. ഇല്ല. പക്ഷെ എല്ലാ ചെറുപ്പക്കാരുടെ മൊബൈലിൽ എവിടെ സിനിമ ഉണ്ടെന്നാ പറയുന്നത്. സത്യം. അണ്ണാ പറഞ്ഞേ, നീ എവിടെ പോന്നേ? മൊബൈൽ എടുത്തില്ല. ഓ, സിനിമ കാണുന്ന ആളാ അയാള്. അണ്ണാ അടിപൊളി ബീഫ് ഫ്രൈ ആയിരുന്നു. അപ്പോഴാണ് എത്ര നമ്മളെ കണക്കൊന്ന് കൂട്ട്. എന്തൊക്കെയാ കഴിച്ചത്? ഞാൻ 4 പൊറോട്ട, 4 പൊറോട്ട, ഒരു ബീഫ് ഫ്രൈ, ഒരു വട, ഒരു ചായ. 56. എന്തുകൊണ്ട് 56? എന്തൊരു കണക്കാണ് പറയുന്നത്? എന്നാ ഞാൻ കഴിച്ചെന്താന്നറിയോ? 4 പൊറോട്ട, ഒരു ബീഫ് ഫ്രൈ, ഒരു ചായ, ഒരു വട. 56. അണ്ണ എന്തുകൊണ്ടാ പറയുന്നത്? അണ്ണന് കണക്കൊന്നും അറിയത്തില്ലേ? അണ്ണാ ഞാൻ കഴിച്ചെന്ന് വെച്ചാൽ 4 പൊറോട്ട, ഒരു ബീഫ് ഫ്രൈ, ഒരു ചായ, ഒരു വട. ഒരു ബീഫ് ഫ്രൈ അല്ലേ? ഒരു ബീഫ് ഫ്രൈ. അപ്പൊ 46. അതെങ്ങനെ 46? പിന്നെ അണ്ണ എന്തുകൊണ്ടാ പറയുന്നത്? അണ്ണ കുറെ നാളായിട്ട് ഈ കട നടത്തുന്നില്ലേ? അണ്ണന് കണക്കൊന്നും അറിയത്തില്ല. നീ പറഞ്ഞിട്ട് പറയണ ഇങ്ങോട്ട്. എന്റെ പൊന്നെണ്ണ ഞാൻ കഴിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാ 4 പൊറോട്ട, ഒരു ബീഫ് ഫ്രൈ, ഒരു ചായ, ഒരു വട. ഒരു വടയുള്ളല്ലേ? അതല്ലേ ഞാൻ. അതാ 36. അണ്ണാ അതെങ്ങനെ 36 വരും അണ്ണൻ പറയുന്നത്? ഈ അണ്ണൻ എന്തു പറയുന്നത്? എന്റെ നിർത്തി പറ. എനിക്ക് പെട്ടെന്ന് പൊന്നെണ്ണ ഞാൻ കഴിച്ചത് 4 പൊറോട്ട, ഒരു ബീഫ് ഫ്രൈ, ഒരു ചായ, ഒരു വട. 26. അണ്ണ എന്തൊരു കണക്കാണ് ഈ പറയുന്നത്? അണ്ണ എന്നെ കൂടെ വെറുതെ കൺഫ്യൂഷൻ അടിപ്പിക്കുക. എന്ത് കണക്കാ പറയുന്നത്? അണ്ണ ഞാൻ വാങ്ങിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പൊറോട്ട, ഒരു ബീഫ് ഫ്രൈ, ഒരു ചായ, ഒരു വട. 16. അതെങ്ങനെ 16 ആവും? അണ്ണ കണക്കെന്ന് പറയാം വ്യക്തമായിട്ട്. പിന്നെ എന്തുവാണ് ചുമ്മാരി? അണ്ണാ ഞാൻ കഴിച്ച നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല അണ്ണ. അണ്ണാ 4 പൊറോട്ട, വെറും 4 പൊറോട്ട. അവിടെ എനിക്ക് തെറ്റി. എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാ. വെറും 4 ഒരു ബീഫ് ഫ്രൈ, ഒരു ചായ, ഒരു വട. വേറും വട ഇത്രേ ഉള്ളൂ. പിന്നെ 8 രൂപ. ഇപ്പോഴല്ലേ കണക്ക് റെഡിയായത്? എന്നാ 10 രൂപ ഉണ്ട്. 2 രൂപയുടെ കണക്കിട്ട് കേട്ടോ, ഞാൻ പിന്നീട് മേടിച്ചോളാം. ശരി, ആയിക്കോട്ടെ. ഇത് കറക്റ്റാ. പിന്നെ ഈ പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് കണക്കും കൂടെ മിസ്റ്റേക്ക് പറ്റിച്ച് നാണക്കേടായി പോയി. 2 രൂപ മേടിക്കാതെ ആയിട്ട് പോയി. എന്തിനും ഡീസന്റ്. ഹലോ അണ്ണാ, തുഷാര ബസ് പോയാ? അണ്ണാ എന്തോ? തുഷാര ബസ് പോയാ? തുഷാര ബസ് പോയല്ലോ. ബസ്സാമ വന്നും പോയൊക്കെ ഇരിക്കും. നിങ്ങൾക്കെന്ത്? എന്തൊരു നാശമാന്ന് പറയടാ ഇത്. ഇവൻ എന്നെ പറ്റിക്കാനാണ് നടക്കുന്നല്ലോ. കഴിക്കാൻ എന്താണ്? കഴിക്കാൻ ഫുഡ് ഉണ്ട്, അകത്തോട്ട്. ഡീസന്റ് പാർട്ടിയായിരുന്നു അവൻ. വീറും വൃത്തിയായിട്ട് സഹായിയേ. എന്നോട്
ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് ഈ മേനി ഒന്ന് മറച്ച് നിൽക്കാൻ പറഞ്ഞത്. വീറും വൃത്തിയായിട്ട് നിൽക്കാത്ത എന്താണ്? ഒരു ചണച്ചാക്കെങ്കിലും മാറി നിന്റെ പുറത്ത് നിറാം. ഓഫീസറാന്ന് തോന്നുന്നു. എന്താ മൂന്ന് വെച്ചാൽ മതിയല്ലോ നിനക്ക്. ഇവിടുന്ന് നാശം പിടിക്കാൻ. എന്തോ കഴിച്ചു? 5 പൊറോട്ട, 5 പൊറോട്ട, ബീഫ് ഫ്രൈ, 2 ഏത്തപ്പഴം. 46 ആളാണ്. ഞാൻ വന്നപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ ഒരു വൃത്തിയില്ല. വിളമ്പാൻ നിൽക്കുന്ന ആളെന്തോ അത് പുള്ളി കുളിക്കത്തൊന്നും. അയ്യോ ഞാനത് ഞാൻ ഇങ്ങോട്ട് പറ. എന്താണ് ഇതെന്തോ അണ്ണ ഇത്? ഈ പാത്രത്തിലാണോ ചായ അടിക്കുന്നത്? എന്റെ പൊന്നു സുഹൃത്തെ, ഇത് കേസായി കഴിഞ്ഞാൽ എവിടെ പോയി നിൽക്കുമെന്നറിയോ? ഇതൊക്കെ കേസായി കഴിഞ്ഞാൽ എവിടെ പോയി നിൽക്കുന്നു? കാരണം ഇതൊരു ഹോട്ടലല്ലേ, വ്യവസായ സ്ഥാപനം തന്നെ. ആൾക്കാർക്ക് ആഹാരം കൊടുക്കുമ്പോ വൃത്തിയും ഒരു വെടുപ്പൊക്കെ വേണം. മനസ്സിൽ സത്യം എനിക്ക് സാറേ ഇത് ഡിപ്പാർട്ട്മെന്റ് എന്താ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഞാൻ പറയാം. ഈ പാത്രത്തിന് എന്തോ അട ഇത്? ഇതെന്തോ സ്പൂണാ? സ്പൂണ് എടുക്കണോ? പ്രശ്നമൊന്നും സാറേ. അല്ല അതെന്തോ സംഭവം ഇല്ല ഇരിക്കുന്ന എന്റെ പൊന്നു സുഹൃത്തെ. ഇതെന്തുവാ ഇത്? ഇതൊക്കെ ഇത്തിരി വൃത്തി. എടാ ഇതിലല്ലേടോ താൻ ആഹാരം കൊടുക്കുന്നത്? ചായ അടിക്കുന്ന ഗ്ലാസ് ചായ. എടാ തന്റെ കണ്ണില് തനിക്ക് കണ്ടുകൂടെ ഇത്? എടുക്ക രക്ഷിക്കണം. ആ സ്പൂൺ എടുക്ക. എന്തുവാടോ ഇത്? എടാ ഇത് കേസായി കഴിഞ്ഞാൽ തന്റെ ഈ കച്ചവടവും തന്റെ എല്ലാം നിർത്തും. ഉള്ള കേസ് ഞാൻ പറയാം. അത് പറക്കിയിട്. അതെല്ലാം വാരിയിട്. എല്ലാം വാരിയിട്. ആ കുട്ടയ്ക്കകത്ത് വാരിയിട്. പറക്കിയിടറോ. ഇത് കേസ് എവിടം വരെ പോയി നിൽക്കുമെന്ന് അറിയോ? ഇവിടെ താൻ വേസ്റ്റ് ഒന്നും കളയാറില്ലേ? എടുക്കണോ? അത് ഇടറോ. എടുക്ക്. എല്ലാം കൂടെ വാരി അതിന്റെ അകത്ത്. പരമ കഷ്ടം തന്നെ. എടുക്ക്. തലയിൽ വൈ. സാർ ഇത് ഇവിടെ കൊണ്ടുവന്നു സാറേ. പൈസ ഇല്ല, ഇതെല്ലാം കഴുകിത്തരാം. ഓ നമസ്കാരമുണ്ട്. നമസ്കാരം. കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആണോ? അല്ല ഞാൻ കുറച്ച് ദൂരത്തുനിന്ന് വരുവാ. അപ്പോൾ ഇതെന്റെ മോനാ. അവന് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പൊ അവനെന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം. ഇവിടെ അടുത്ത് മെഡിക്കൽ സ്റ്റോർ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവന് ഇച്ചിരി മാനസികമായിട്ട് ഇച്ചിരി രോഗമുണ്ട്. ഒരു മാനസിക രോഗിയാവൻ. അതുകൊണ്ട് ചിലപ്പോ അവൻ എന്തെങ്കിലുമൊക്കെ ചെറിയ വികൃതി കാണിച്ചാലും അണ്ണം ഇതൊന്നും കണ്ടില്ല കേട്ടില്ല അങ്ങ് നടിച്ചാൽ മതി. അവ എന്ത് പറഞ്ഞാലും അങ്ങ് സമ്മതിച്ചു കൊടുക്കും. അത്ര ഒരു പ്രശ്നമുള്ളൂ. മോനെ എവിടെ വല്ലതും കഴിക്കട്ടാ? കുഴപ്പമില്ല. ധൈര്യമായിട്ട് നമുക്ക് മക്കളില്ലയോ? നമുക്ക് ഇതുപോലെ മക്കളുള്ള നമ്മൾ അങ്ങനെ ഒരിക്കലും നമ്മളും ചെയ്തില്ല. മോനെ അത് അടിക്കൊള്ള മനങ്ങ് വെച്ചേരടാ. പൈസ അവന്റെ മേടിക്കണ്ട, ഞാൻ വന്നിട്ട് തന്നു. ആയിക്കോട്ടെ. എന്തോ വെച്ചാൽ വാങ്ങിച്ച് കഴിയുമോനെ. ചെപ്പ് വരാം. തരിക്ക് വെള്ളം മോനെ. പുട്ടോ? മോൻ അകത്തോട്ടിരിക്കാവോ? ആണ്ടോ. ഇവന് പറ്റിയ പാത്രം ഇവിടെ ഉണ്ട്. ഇവിടെ പപ്പടം. അയ്യോ പപ്പടം ഇല്ലല്ലോ. ഇനി പപ്പടം മതി. എന്തോ ഇന്നത്തെ പത്രം വന്ന നിന്റെ ശില്പിയോട് പോയി ചോദിക്കടാ. പിന്നല്ലാതെ പത്രം വന്നെന്ന് പറഞ്ഞാൽ അവൻ പറയും ഇന്നത്തെ പത്രം പിന്നെ നാളെയാണോ വരുന്നതെന്ന് ചോദിക്കും. അതിനു വേണ്ടി ഞാൻ ചോദിച്ചത്. പപ്പടം എന്നാ മാമന്റെ വീടാണോ ഇത്? ചായ കുടിച്ചിട്ട് ഇറങ്ങി ഞാൻ പോകുന്നു. വിരുന്നിന് വന്നിട്ട് പോകുന്നത് പോലെ. ജോലിക്ക് പോയിക്കൂടാ. ഇങ്ങനെ നടക്കുന്നത് തടിക്കുന്ന ഒരു കുഴപ്പമില്ലല്ലോ. നിനക്കൊരു പണി ഞാൻ തരാം. സഹായി ഇനി വന്നാടാ. ദാണ്ടേ അല്ല സാറ് വന്ന് മുമ്പ് ആക്ഷേപിച്ചിട്ട് പോയാണ്ടോ? കള്ളനാണെങ്കിലും അവൻ പറഞ്ഞത് കാര്യമാണ്. നീ പോയി അവനെ ഒന്ന് തേച്ച് കുളിപ്പി. ഇരുചല്ലേ തൊണ്ട് പുറകെ കാണുന്നവർക്ക് തോന്നുന്നു ഇത് ഒരു മോശം വന്നു. പക്ഷെ അവൻ അത് കിട്ടിയത് അത്രയാണെന്ന് പറഞ്ഞ് അവൻ ചവച്ചോണ്ട് പോകുന്നത്. ചൂടുവെള്ളം കിട്ടിയതാണെന്ന് പറഞ്ഞാൽ പോവാൻ. ചൂടുവെള്ളം ഇതൊക്കെ എന്തിനാടാ? ഈ ശനികെട്ടവനൊക്കെയാണോ ഇവിടെ വന്ന്
ചൂട് നീ തന്ന വെള്ളം തന്നെ തരാം. ചൂടുവെള്ളം ആക്കണ്ട, പാലായിക്കോട്ടെ. നല്ല ചൂടുണ്ടോ? നല്ല ചൂട്. നേരത്തെ പോയിക്കൂടായിരുന്നു, ഇത് കണ്ടോണ്ടിരുന്നോണ്ടല്ലേ ഇത് പറ്റിയത്. ഇന്നെങ്കിലും നേരത്തെ അങ്ങ് പോടാ കാല. എത്രയായി? എന്തോ എത്രയായി? അയ്യോ, അച്ഛൻ വരുമ്പോ തരും. ആരുടെ ഔദാര്യത്തിന് കാപ്പിടിക്കുന്ന ഒരാളല്ല ഞാൻ. അതെനിക്കറിയാലോ, നേരത്തെ അച്ഛൻ പറഞ്ഞല്ലോ അങ്ങനെയുള്ള വ്യക്തിയാണെന്ന്. അതല്ല, പിന്നെ ഒരുപാട് കടയിൽ പോയി കാപ്പി കുടിച്ചിട്ടുണ്ട്. ഓ, ലണ്ടനിലൊക്കെ പോകുമ്പോ ഞാൻ പൈസ കൊടുക്കുന്ന കാപ്പി കുടിക്കും. ഹലോ 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 ഹലോ, സംസാരിച്ചിരിക്കാൻ സമയല്ല. എത്രയായി? പറഞ്ഞേ. ഒരു ജില്ലാ കളക്ടർ. ഹലോ ഹലോ, ഒരു ജില്ലാ കളക്ടർക്ക് എത്ര ശമ്പളം ഉണ്ടെന്ന് അറിയും? ജില്ലാ കളക്ടറാണോ? ആ, ജില്ലാ കളക്ടർ ഇപ്പൊ 15 രൂപയല്ലേ ശമ്പളം? പിന്നെ 30,000. ഓ, അറിയാം. അപ്പൊ ഞാൻ കാപ്പി കുടിച്ച എത്രയും അച്ഛൻ വന്ന് തരും. ആരുടെ ഔദാര്യത്തിനല്ല, അച്ഛൻ എന്നെ പഠിപ്പിച്ച് എനിക്ക് വലിയൊരു ജോലി മേടിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് തരാൻ അറിയാം. കാപ്പി കുടിച്ചാന്ന് പറഞ്ഞ പൈസ വല്ലതും കാണുമെങ്കിലോ? എത്രയും? 36 രൂപ. 36. 70 രൂപ ഉണ്ട്. ഇത് 70 രൂപ. ഇത് 70 രൂപ. ബാക്കി ഇതെത്ര നോട്ടാ? അത് 20. കണ്ണിൽ എന്താണോ? ഒന്നുമില്ല, ഉപദ്രവിക്കുകയും ചെയ്യുമോ? 10 രൂപ. 2, 3, 70 എങ്കിൽ 70. അപ്പൊ 70 ഉണ്ട്. എത്ര ഞാൻ കാപ്പി കുടിച്ചത്? 36. അപ്പൊ ബാക്കി 100 ഞാൻ 100 അല്ലയോ? ബാക്കി 100 ഞാൻ. ബാക്കി 100. 5 രൂപ കാണിച്ചെന്നെ പറ്റിക്കാൻ നോക്കണ്ട. 5 രൂപ കാണിച്ചെന്നെ പറ്റിക്കാൻ നോക്കണ്ട. എന്നാ ഇത് പിടിച്ചോ മൊത്തമായിട്ട്. ഇത് പിടിച്ചോ. അല്ല ഒന്നുമില്ല, ഞാൻ കൊടുക്കുമായിരുന്നല്ലോ. പറഞ്ഞിട്ടങ്ങ് പോയല്ലോ. മാറിയില്ല. എന്താ അവൻ പ്രശ്നം വല്ല ഉണ്ടാക്കിയാണ്? ഒന്നും പറയണ്ട. ലണ്ടനിൽ പിടിച്ചെന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞില്ല, അണ്ണങ്ങ് സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ പ്രശ്നമില്ല. പിന്നെ നിന്റെ കാര്യം അണ്ണാ എത്ര കണക്കൂട്ട്? 36. 2 പ്ലേറ്റ്, ഒരു പ്ലേറ്റും പോയി. 36, 42 രൂപ. 42? അല്ല, അവന് ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ചാൽ നിങ്ങൾ അവനെ അങ്ങനെ മോശക്കാരനാക്കി കാണിക്കേണ്ട കാര്യം. ഞാനെന്തോ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞില്ലേ സമ്മതിക്കാൻ. ഞാൻ സമ്മതിച്ചല്ലോ, അതുകൊണ്ടല്ലേ നമ്മളങ്ങനെ സംസാരിച്ചത്. അത് തന്നെയാണ്. പിന്നെ കണക്കൂട്ടി പറ, എത്രയായി? 42. 2 ഗ്ലാസ്സൊക്കെ പൊട്ടിച്ചെന്നും പറഞ്ഞ് നിങ്ങൾ ആവശ്യമില്ലാത്ത ബില്ലൊക്കെ നമ്മൾ അടിച്ചേപ്പിക്കുന്നു. 42 കറക്റ്റ്. 42. ചേട്ടാ, നിങ്ങളെ പൈസ കൊണ്ടേ ഞാൻ നന്നാവും പോകുന്നില്ല. താൻ എന്തോ പറയുന്നത്? നിങ്ങളുടെ പൈസ എനിക്ക് വേണ്ട. നിങ്ങളുടെ പൈസ എന്ന് പറഞ്ഞാൽ താൻ എന്നെ പറഞ്ഞ കുട്ടിക്ക് ചെറിയ സുഖമില്ലെന്ന് മനസാക്ഷി ഉണ്ടാവും. മനസാക്ഷി കുറവെന്തോടെ? താൻ പറഞ്ഞില്ല, ഞാൻ ചെയ്തില്ല. അവൻ പറഞ്ഞ തോന്നിയ അവസ്ഥയിലെല്ലാം ഞാൻ കൂട്ടി നിന്നില്ല. എന്റെ പൊന്നെ ചേട്ടാ, നിങ്ങളുടെ സംസാരിക്കാൻ പിന്നെ ഇവിടെ ഈ കാണിച്ചത് മൊത്തം ഞാൻ എല്ലാം സഹിച്ചിരുന്നത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം. ഞാൻ സ്ഥലത്ത് സുഖമില്ലാത്ത പയ്യൻ, അതുകൊണ്ട് മാത്രം ഞാൻ സഹിച്ചത്. നിങ്ങളുടെ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ മര്യാദക്ക് പൈസ നിങ്ങളെ പൈസ നമ്മള് നിങ്ങളെ പൈസ കൊണ്ട് വരാം. നിങ്ങൾ കണക്കൂട്ടി പറ. 42. 42. നിങ്ങളെ പൈസ കൊണ്ട് പോയി നമുക്ക് വല്ലതും സാധിക്കണം. പൈസ ഇത് 100 ഉണ്ടോ നോക്കാൻ? 100? ഇതോ? ഇത് 50. ഇത് 50? 150. 150? ഇട്ടുമോനെ വണ്ടിയുടെ ഭാഗം വിട്ടേക്കാം. പിന്നെ എണ്ണ തീർന്ന ബാക്കിന്ന് തള്ളണേ. അയ്യോ, കടിച്ചേലി വരുമായിരുന്നു പൊനത്തില്. ചേട്ടോ, ഓ നിനച്ചു പോയി. ഇതാണ് നാട്ടിൻപുറത്തെ ഒരു സാധാരണ ചായക്കടക്കാരന്റെ ദുരവസ്ഥ.